ഹായ്, പുറത്ത് നല്ല മഴയാണ്. ഈ ഒരു മഴയത്തും നിങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അർബക്സ് ടോക്സിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷീന മാം ആണ്. ലോജിസ്റ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ലോജിസ്റ്റിക്സിലെ ഡോക്ടറേറ്റ് അത് വളരെ റെയറാണ്. എങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മാമിനോട് തന്നെ ചോദിച്ചറിയാം. മാം, വെൽക്കം ടു അർബക്സ് ടോക്സ്. താങ്ക് യു. ഓക്കെ മാം, ആദ്യം തന്നെ മാമിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത്, പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്, പെൺകുട്ടികൾ പല ഫീൽഡ് തിരഞ്ഞെടുക്കാറുണ്ട്, പക്ഷേ ലോജിസ്റ്റിക്സ് തിരഞ്ഞെടുക്കുന്നത് വളരെ റെയറാണ്. എന്താണ് മാം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം? ഈ ഒരു ഫീൽഡിലുള്ള ജോലി സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്. ഓക്കെ. ടീച്ചിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ലോജിസ്റ്റിക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ, അതല്ലെങ്കിൽ ഓപ്പറേഷൻസ് വിങ്ങിലാണെങ്കിലും, ഈവൻ സെയിൽസ് സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട്, മാർക്കറ്റിംഗ്, ഈ മേഖലകളിലെല്ലാം ലോജിസ്റ്റിക്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പഠനം ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചത്. വേൾഡ് ട്രേഡ് 2020 ആ റിപ്പോർട്ട് പ്രകാരമായിട്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, DHL, അതേപോലെ തന്നെ അദാനി ലോജിസ്റ്റിക്സ്, ഫ്ലിപ്കാർട്ട്, ഇതേപോലെയുള്ള കമ്പനികളെല്ലാം തന്നെ കൂടുതലായിട്ട് പെൺകുട്ടികൾ കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു റീസൺ? തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യക്ഷമതയും എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം ചെയ്യുന്ന സമയത്തുള്ള ഒരു ക്ലിയറൻസും, അത് വളരെ സ്പീഡപ്പായിട്ട് ചെയ്യുന്നതും അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ വരുന്നതും കമ്പനീസ് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യാൻ സ്ത്രീകളെ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവർ ചെയ്യുന്ന ഒരു ജോബിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ടൈം ബൗണ്ട് ആയിട്ട് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് അത്ര എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ്. പൊതുവെ ഒരു ക്ലീഷേ ഡയലോഗ് പറയാറില്ലേ, ഒരു കല്ലെടുത്ത് മേളിലേക്ക് എറിഞ്ഞാല് കേരളത്തിൽ അത് വന്ന് വീഴുന്നത് ഏതെങ്കിലും ഒരു ലോജിസ്റ്റിക്സിന്റെ കോളേജിലായിരിക്കും. പണ്ട് മുതലേ പറഞ്ഞു വരുന്ന കാര്യങ്ങളാ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആണെന്ന് തോന്നല്ലേ? തീർച്ചയായിട്ടും അതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ കൊച്ചിയില് എത്ര ലോജിസ്റ്റിക് കോളേജസ് ഉണ്ട് എന്ന് എണ്ണിയാ തീരില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അതും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിന്റെ ഉള്ളിൽ, ഒരു 2015 മുതൽക്ക് 2025 വരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലോജിസ്റ്റിക് കോളേജസ് വന്നിട്ടുണ്ട് കൊച്ചിയിൽ. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതില് ഒരു കോളേജും തുടങ്ങി 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അടച്ചുപൂട്ടി എന്നുള്ളത് നമ്മൾ എവിടെയും കേൾക്കപ്പെടുന്നില്ല. കാരണം ആ മേഖലയിലുള്ള ജോലി സാധ്യതകൾ ആ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇവിടെയെല്ലാം കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഒരുപാട് എണ്ണം ലോജിസ്റ്റിക് കോളേജസ് ഉണ്ടെങ്കിലും പല ലോജിസ്റ്റിക് കോളേജസും പല രീതിയിൽ വ്യത്യസ്തരാണ്. ഒരു കുട്ടി ഒരു ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തിയറി ഒരുപാട് നമ്മൾ പഠിക്കുന്നു, ടെക്സ്റ്റ് ബുക്കിലുള്ള അറിവ് ഒരുപാടാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള അറിവ് കൊണ്ട് മാത്രം നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു വർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസിലേക്കായിരിക്കണം കയറേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എൻ്റെ അനിയൻ, അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവൻ മാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർബക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ അനിയനെ അർബക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാക്കുകയാണെങ്കിൽ അവനക്ക് എന്തൊക്കെ പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ എന്തൊക്കെ അവന്റെ കരിയറിൽ ആ ഒരു കോളേജിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊരു കോഴ്സാണ് അവൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വൈഡാണ്. അതിലെ എല്ലാ ജോലി സാധ്യതകളും തീർച്ചയായിട്ടും അത് എടുക്കുന്ന കുട്ടിക്ക് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കൂടാതെ അർബക്സിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള ഒരു വർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. എന്താ ഈ വർക്ക് ഇന്റഗ്രേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർക്ക് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണോ ഒരു ജോലി ചെയ്യേണ്ടത് അതാണ് പഠിക്കുന്നത്. അതല്ലാതെ തിയററ്റിക്കലി ഇന്ന ഡോക്യുമെന്റ് അതിന്റെ ഒരു സെന്റൻസ് വായിക്കുക, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക, ഇതല്ല വർക്ക് ഇന്റഗ്രേറ്റഡ് കൾച്ചർ എന്ന് പറയുന്നത്. വെറും പഠിക്കലല്ല, നമ്മൾ ചെയ്ത് പഠിക്കുന്നു. എന്താണോ ജോലിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് നമ്മൾ ചെയ്താ പഠിക്കുന്നത്. ഒരു ഡോക്യുമെന്റ്, ഒരു എക്സ്പോർട്ടിന് വേണ്ടത് ഡോക്യുമെന്റ്സ് ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും ഉപരി ഒരു കുട്ടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ആ ഡോക്യുമെന്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അത് അവന്റെ മൈൻഡിൽ എപ്പോഴും കിടക്കും. അല്ലാതെ നമ്മൾ തിയറിറ്റിക്കലി കാണാപ്പാടം ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നുപോകും. ഇന്റർവ്യൂവിന് വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പക്ഷേ
ആ ഒരു ഡോക്യുമെന്റ് ഒരുപാട് തവണ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മറക്കുന്നില്ല. വർക്ക് ആൻഡ് ലേൺ മെത്തഡോളജി തീർച്ചയായിട്ടും നമ്മൾ ഇൻഡസ്ട്രീസിന് കൂടെ ഹെൽപ്പാണ് ചെയ്തു കൊടുക്കുന്നത്. ആക്ച്വലി ഒരു വർക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡിലൂടെ എല്ലാ കമ്പനീസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സാറിന് അറിയാവുന്നതായിരിക്കും, നമ്മൾ ഏതൊരു ജോബ് സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇൻഡീഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യുക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്താണ്? ആർക്കും ഫ്രഷേഴ്സിനെ അല്ല വേണ്ടത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ ഫ്രഷേഴ്സിനെ അല്ലാതെ എക്സ്പീരിയൻസ്ഡ് വേണം എന്ന് പറയുന്നത്? അവർക്കുള്ള പേടി എന്ന് പറയുന്നത് ഒരു 6 മാസ കാലഘട്ടം അല്ലെങ്കിൽ 3-4 മാസ കാലഘട്ടം ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം അവർക്ക് മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നു അല്ലേ? അപ്പൊ ഒരുപാട് സമയം അവർക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ വർക്ക് പെൻഡിങ് ആവുന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഇനി ഒരാളെ എനിക്ക് പഠിപ്പിച്ചെടുക്കാൻ വയ്യ എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ഫ്രഷേഴ്സിനെ വേണ്ട എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനീസിന് അവർക്ക് ട്രെയിനിങ് കുറയ്ക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മളുടെ വർക്ക് ഇന്റഗ്രേറ്റഡ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീച്ചിങ് മെത്തഡോളജിയുടെ ഒരു ഡോക്യുമെന്റ് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു റിപ്ലിക്ക നമ്മൾ ചെയ്ത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നു. അവിടെ ചെന്ന് അവന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം ചെയ്യാനറിയാം, ഇനി ആ സോഫ്റ്റ്വെയറിൽ കമ്പനി പറയുന്ന രീതിയിൽ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നതാണ് അവന് വരുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് SAP. തീർച്ചയായും SAP നമ്മുടെ ഈ പറയുന്ന കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? അർബിക്സ് എന്നുള്ളൊരു സ്ഥാപനത്തിൽ SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ ഒരു സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. സാധാരണ എല്ലാവരുടെയും SAP എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നത് എല്ലാതും പഠിപ്പിച്ചു കഴിഞ്ഞ് എക്സ്ട്രാ വേണ്ട കുട്ടികൾക്ക് മാത്രം SAP കൊടുക്കുക. അപ്പൊ അവര് പ്രത്യേകം ഫീസ് ഒക്കെ പേ ചെയ്ത് തീർച്ചയായിട്ടും അതാണ് പറയുന്നത്, എക്സ്ട്രാ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ എന്ത് എക്സ്ട്രാ മേടിച്ചു കഴിഞ്ഞാലും അതിന് എക്സ്ട്രാ ഫീസ് എന്നുള്ളൊരു നിലപാടാണ് പകുതി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ളത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് SAP എന്ന് പറയുന്നത്. നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് ചിന്തിക്കുമ്പോൾ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മാത്രമല്ല, ആ ഒരു ഏരിയ മാത്രമല്ല നമുക്ക് ജോലി സാധ്യതകൾ ഉള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വെയർ ഹൗസ് ആണെങ്കിലും സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് മേഖലകളിലാണെങ്കിലും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ SAP പോലുള്ള ഒരു സോഫ്റ്റ്വെയർ പഠിക്കുന്ന കുട്ടിക്ക് എപ്പോഴും അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ സിലബസിൽ തന്നെ. ചുരുക്കി പറഞ്ഞാല് SAP പഠിക്കുന്നതിന് ഇവിടെ എക്സ്ട്രാ ഫീസ് ഒന്നും ഇല്ല, അത് അവരുടെ ഇപ്പൊ പഠിക്കുന്ന നോർമൽ ഫീസിന്റെ ഒപ്പം ഇൻക്ലൂഡഡ് ആണ്. തീർച്ചയായും അഡീഷണൽ പൈസ ഒന്നും ഇല്ല. നിങ്ങൾ എടുക്കുന്ന കോഴ്സിന്റെ ഒപ്പം കോഴ്സിന്റെ ഭാഗമാണ്. ഇതൊരിക്കലും വേർതിരിച്ച് കാണേണ്ട ഒരു കാര്യമല്ല SAP എന്നുള്ളത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ നേരെ തിരിച്ചാണ്. അവര് ലോജിസ്റ്റിക്സിന്റെ കോഴ്സ് പഠിച്ചിട്ട് SAP പഠിക്കാനായിട്ട് 35,000-40,000 രൂപ അഡീഷണൽ പേ ചെയ്തുകൊണ്ട് പഠിക്കണം. ഇവിടെ അതില്ല. തീർച്ചയായും ഇല്ല. നമ്മളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒരു ജോലിയിലേക്ക് വേണ്ടത് എല്ലാം പഠിപ്പിച്ച് അവരെ ആ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കി അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അത് നമ്മൾ പ്ലേസ്മെന്റോടുകൂടി പറഞ്ഞു വിടുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ബേർഡൻ വരുന്നില്ല ഈ ഒരു സോഫ്റ്റ്വെയർ കൂടെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ. അർബക്സിൽ പ്ലേസ്മെന്റിൽ ഞാനിപ്പോ ലാസ്റ്റ് ടൈമിൽ കണ്ടിരുന്ന ഒരുപാട് സ്റ്റുഡൻസ് അർബക്സിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റുഡൻസ്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ കുട്ടികൾക്ക് ജോലിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു ജോലിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി നമ്മൾ അർബിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികളും നല്ലൊരു പൊസിഷനിൽ നാളെ ഇരുന്ന് കാണുമ്പോഴാണ് ഇവിടെയുള്ള ഓരോരുത്തർക്കും സന്തോഷം വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ അർബിക്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. അർബിക്സിന്റെ ഹിസ്റ്ററി ഞാൻ നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകം കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ലോജിസ്റ്റിക്സിന്റെ കോളേജ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു അർബിക്സ് നോളജ് പാർക്ക് എന്നുള്ളത്. നമ്മൾക്ക് ഇവിടെ ഇൻഡസ്ട്രി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മളുടെ അർബിക്സ് വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് തന്നെയാണ്. മാം, ഒരുപാട് വാല്യൂഡ് ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരു സ്റ്റുഡൻറ് എന്ത് പഠിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ പഠിക്കണമെന്നുള്ളത്. നമ്മുടെ ഓരോ വാക്കുകളും കൊണ്ട് അർബക്സ് എന്ന് പറയുന്ന കോളേജ് കുട്ടികൾക്ക് നൽകുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി അത്രത്തോളം വലുതാണെന്ന് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്കും അതുപോലെ തന്നെ ഈ ഒരു ടോക്സ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നല്ല ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത മാമിന് താങ്ക് യു. താങ്ക്സ്.